ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇത് കണക്ക് കിച്ചു സുധി പറഞ്ഞതിനെല്ലാം മറുപടി ആയിട്ടുണ്ടെങ്കിൽ രേണു രംഗത്ത് വന്നിരിക്കുകയാണ്. അതിൽ കുറച്ച് കാര്യം എടുത്തു പറയുന്നുണ്ട്. ഇതേ കണക്ക് അവന് എനിക്കുമായിട്ട് എന്തോ പ്രശ്നമൊന്നും അറിയത്തില്ല. ഇന്നലെ പോലും ഉണ്ടെങ്കിൽ അവൻ വിളിച്ചപ്പോൾ ഞാൻ പൈസയൊക്കെ അയച്ചു കൊടുത്തതാണ്. എന്നിട്ട് പോലും ഉണ്ടെങ്കിൽ അവൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണെന്നുള്ളൊരു കാര്യം അറിയത്തില്ലെന്നാണ് രേണു സുധി പറഞ്ഞത്. അതോടെ തന്നെ ഉണ്ടെങ്കിൽ അവനെ ആരോ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അത് ആരാന്ന് തനിക്കറിയാം, അതൊരു സ്ത്രീയാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേർക്കുണ്ടെങ്കിൽ ഇതാരാന്നുള്ളൊരു കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഷെഫീന ബീവിയെ കുറിച്ചുള്ള കാര്യമാണ് പറയുന്നത്. ഇതേ കണക്ക് കിച്ചുവും അതോടെ തന്നെ ഷെഫീനെ ഉണ്ടെങ്കിൽ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുള്ള കാര്യം ഇതിനകത്ത് രേണു മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇതേ കണക്ക് ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടായിരിക്കും അവനെ കൊണ്ട് ഇങ്ങനെ പറയിച്ചത്. അതല്ലാതെ ഉണ്ടെങ്കിൽ അവൻ എന്നെപ്പറ്റി അങ്ങനെ ഒന്നും പറയത്തില്ല. ഒരുപാട് പേരുണ്ടെങ്കിൽ ഇത് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ തനിക്കെതിരെ ഒരുപാട് മോശമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ അങ്ങനത്തെ ഉള്ള ഒന്നുമില്ല, ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല, അവ അങ്ങനെ എന്തോ ഒരു അബദ്ധത്തിൽ പറഞ്ഞു പോയെന്നുള്ള രീതിയിലാണ് രേണു സുധി പറയുന്നത്. എന്തായിരുന്നാലും കുറേ നാൾ നോക്കി കഴിഞ്ഞപ്പോൾ രേണു സുധി ഉണ്ടെങ്കിൽ കിച്ചുവിൻ്റെ കേസ് വന്നതിന് ശേഷമുണ്ട് ആദ്യം ഒരു പോസ്റ്റ് ആയിരുന്നു ഇട്ടിരുന്നത്. അതിന് ശേഷമാണ് ഇപ്പോൾ ഒരു എക്സ്പ്ലനേഷനുമായിട്ട് വന്നിരിക്കുന്നത്. എന്നാൽ പോലും അത് കറക്റ്റായിട്ട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് ചോദിച്ചാൽ അങ്ങനെ മൊത്തത്തിലൊന്നും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുമില്ല. ഇനിയും കുറേ കാര്യങ്ങളുണ്ട്. എന്തായാലും ഇനി കിച്ചു ഇതിനെ പറ്റിയുള്ള വല്ല വീഡിയോ പോസ്റ്റോ എന്തെങ്കിലും ഇടുന്നതെന്ന് നോക്കാം.